2025 മകരം, കുംഭം, മീനമാസങ്ങളിൽ ജനിച്ച വിശാഖം നക്ഷത്രക്കാരാണ്. നക്ഷത്രം വിശാഖമാണ്. ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം ജാനുവരി 1-നാണ് ജനിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ജാനുവരി 2-നാണ് ജനിച്ചതെങ്കിൽ ആ ജാനുവരി 2-ൻ്റെ മലയാള മാസം എന്താണെന്ന് കാൽക്കുലേറ്റർ നോക്കിയാൽ കിട്ടും. ഇനി മകരമാസത്തിൽ ജനിച്ചവരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. സഹോദരങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല. മനസ്സമാധാനപരമായ ടെൻഷൻ, ട്രാൻസ്ഫർ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമാണ്. മനസ്സമാധാനപരമായ ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മാതാപിതാ നല്ല മാസമല്ല. വീട് നിർമ്മാണത്തിനെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നില്ല. ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാപിതാ നല്ലതായിട്ട് കാണുന്നു. കേസ് വഴക്കലുള്ള അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇന്റർവ്യൂ പോലെയുള്ള നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മക്കളും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം നല്ലതല്ല. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. മനസ്സമാധാനപരമായ ടെൻഷനും കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ, തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു. മെയ്, ജൂൺ മാസങ്ങൾ പൊതുവെ മോശമാണ്. സഹോദരങ്ങൾക്കും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനപരമായ ടെൻഷൻ, പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല. കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മെയ് മാസം ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാണുന്നുണ്ട്. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. മക്കൾക്കും സഹോദരാദികൾക്കൊന്നും അത്ര നല്ല മാസമല്ല. പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല. മനസ്സമാധാനപരമായ ടെൻഷനെല്ലാം കാണുന്നുണ്ട് ജൂലൈ മാസത്തിൽ. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. മനസ്സമാധാനപരമായ ടെൻഷനെല്ലാം ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടേക്കാം. ഒക്ടോബർ, നവംബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. അച്ഛനും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. യാത്രകൾക്ക് പറ്റിയതാണ്. ഉല്ലാസയാത്രകൾ, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണെങ്കിലും കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യ അത്ര നല്ലൊന്നുമല്ല. ഒക്ടോബർ മാസം ചിലപ്പോൾ ട്രാൻസ്ഫറും, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഡിസംബർ മാസം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വളരെ നല്ലതായിട്ട് കാണുന്നു. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം,
ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. പണം നഷ്ടപ്പെട്ടു കളഞ്ഞു പോവുക, കേസ് വഴക്കിനൊന്നും പോകരുത്. മനസമാധാനക്കുറവ് ചിലപ്പോൾ കണ്ടേക്കാം. പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസം അല്ല. കുടുംബപരമായും സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അപ്രായ മാസമൊന്നും അല്ല. ഇനി കുംഭമാസം ജനിച്ചവരുടെ ഫലം നോക്കാം. കുംഭമാസം ജനിച്ച വിശാഖ നക്ഷത്രക്കാർക്ക് ജാനുവരി മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന്, ബിസിനസ്സിന്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന്, പൊതുപ്രവർത്തനങ്ങൾക്ക്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരങ്ങൾക്കും മാതാവിനും നല്ല മാസമാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് മാത്രം നല്ലതാണ്. പക്ഷേ മനസമാധാനക്കുറവും ടെൻഷനും കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവിടെ പെട്ടെന്ന് തട്ടിമുട്ടി വീഴുന്ന തരത്തിലുള്ളത്. മാർച്ച് മാസം വ്യക്തിപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, ആരോഗ്യപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വീട് നിർമ്മിക്കാൻ, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ. മാതാവിന് നല്ലതാണെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ശത്രുതയും തടസ്സങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു. ഏപ്രിൽ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതായിട്ട് കാണുന്നു. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റിംഗ് പ്രവൃത്തി പോലെയുള്ളതിനും നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ സഹോദരങ്ങളും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ് കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. മെയ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിന് നല്ലതാണ്. വീട് നിർമ്മാണത്തിന്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ മക്കളും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസമാധാനക്കുറവ്, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും, ദാമ്പത്യ പ്രശ്നങ്ങളും, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാണുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം. മനസമാധാനക്കുറവ് കാര്യം. ജൂൺ മാസം പെട്ടെന്നുള്ള വിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ജൂലൈ മാസം കേസ് വഴക്കിലൊന്നും പോകരുത്, ശത്രുതയുണ്ടാകും. ഓഗസ്റ്റ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. അച്ഛന് പൂർവിക സ്വത്ത് ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഉല്ലാസയാത്രകൾ, ദൂരയാത്രകൾക്ക് അവസരം, ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സെപ്റ്റംബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. കാര്യവിജയം, ആരോഗ്യം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. അച്ഛനും പൂർവിക സ്വത്തും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഉല്ലാസയാത്രകൾക്ക്, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. ഒക്ടോബർ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. അച്ഛനും പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ ഗ്രാൻഡ് പാരൻസിന് അത്ര നല്ലതല്ല. ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. പക്ഷേ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാൻ ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. നവംബർ ഡിസംബർ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്.
അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. യാത്രകൾക്ക് അവസരം, ദൂരയാത്രകൾക്ക്, ഉല്ലാസയാത്രകൾക്കെല്ലാം അവസരമുണ്ട്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഇനി മീനമാസം ജനിച്ച വിശാഖം നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷനെല്ലാം കിട്ടാം. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടാകാം. ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായിട്ട് നല്ലതാണ്. ഉത്സാഹം തോന്നും. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കും നല്ലതാണെങ്കിലും ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. പണം നഷ്ടപ്പെട്ടുകയോ കളവ് പോവുക, ട്രാൻസ്ഫർ ഉണ്ടാകാം, മനസ്സമാധാനക്കുറവ്, ടെൻഷൻ, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നം, ശത്രുത, തടസ്സങ്ങൾ. ഫെബ്രുവരി മാസം വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസം അല്ല. ഏപ്രിൽ മാസം വ്യക്തിപരമായി, കുടുംബപരമായി, ആരോഗ്യപരമായി നല്ലതാണ്. സാമ്പത്തികപരമായിട്ട് നല്ലതാണ്. വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരങ്ങൾക്ക് നല്ലതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റിംഗ് പ്രഭിക്വാലികളിൽ നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുമെങ്കിലും മനസ്സമാധാനക്കുറവ് കാണുന്നുണ്ട്. മക്കൾക്ക് അത്ര നല്ല സമയമൊന്നുമല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യം എന്ന് പറഞ്ഞാൽ തട്ടിമുട്ട് വീഴുന്ന തരത്തിലുള്ളത്, ശത്രുതയും തടസ്സങ്ങളും ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കണ്ടെത്തും. മെയ് മാസം, മെയ് ജൂൺ ജൂലൈ മാസം, മെയ് ജൂൺ ജൂലൈ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിനും നല്ലതായിട്ട് കാണുന്നുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷൻ കാണുന്നുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കണ്ടു. മെയ് മാസത്തിലെ ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാണും. ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. മാതാവിനും പിതാവിനും എല്ലാം നല്ലതായിട്ട് കാണുന്നു. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ഉല്ലാസയാത്രകൾക്ക്, ദൂരയാത്രകൾക്ക് അവസരം, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷനെല്ലാം കിട്ടാം. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. സെപ്റ്റംബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നതിനെ കണക്ക്, ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം, ബിസിനസ്സിന് നല്ലതാണ്. വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്കും നല്ലതാണ്. ഒക്ടോബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. കാര്യവിജയം, ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, ഉല്ലാസയാത്രകൾക്ക് അവസരം, ദൂരയാത്രകൾക്ക് അവസരം, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ്. അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട, മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണെങ്കിൽ ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ഇതെല്ലാം ശ്രദ്ധിക്കണം. നവംബർ മാസം പിതാവിനും മക്കൾക്കും പിതാവിനും മാതാവിനും, മക്കൾക്കല്ല, പിതാവിനും മാതാവിനും നല്ല സമയമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. ഉല്ലാസയാത്രകൾ പോകാൻ, ദൂരയാത്രകൾക്ക് അവസരം,
യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. ഡിസംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. പിതാവിനും മാതാവിനും എല്ലാം നല്ലതായിട്ട് കാണുന്നുണ്ട്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, ദൂരയാത്രകൾ, ഉല്ലാസയാത്രകൾക്കെല്ലാം സാധ്യത കാണുന്നുണ്ട്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു.